DN24 സ്വാഗതം. കോഴിക്കോടൻ രുചികളിൽ ഇന്നും പ്രിയമേറിയവയും വൈവിധ്യങ്ങളുടെ കലവറയും മാപ്പിള രുചികളാണ്. അറബിക്കടലും കല്ലായിപ്പുഴയും അതിരിടുന്ന തെക്കേപ്പുറത്തെ തറവാട്ടുകളുടെ അടുക്കളയിൽ നിന്നും ജന്മമെടുത്ത ഈ വിഭവങ്ങളുടെ പെരുമ ഇന്ന് കടൽ കടന്ന് പല ദേശങ്ങളിലും എത്തിയിരിക്കുന്നു. കോഴിക്കോടൻ ഹൽവ മുതൽ ബിരിയാണിയും പത്തിരിയും തൊട്ട് തുടങ്ങുന്നു മാപ്പിള രുചികളുടെ വൈവിധ്യം. കോഴിക്കോട്ടുകാരുടെ സ്വന്തം അലുവ എന്ന കോഴിക്കോടൻ ഹൽവ മലയാളികളുടെ മാത്രമല്ല, അങ്ങ് അറേബ്യയിലെയും പേർഷ്യയിലെയും ലണ്ടനിലെയും ജനങ്ങളുടെ ഇഷ്ടമധുരമാണ്. ഉത്തരേന്ത്യക്കാരുടെ ഹൽവയല്ല കോഴിക്കോടൻ ഹൽവ. ഹൽവയും കോഴിക്കോടും തമ്മിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇന്നത്തെ കോട്ടപ്പറമ്പ് ആശുപത്രി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അത്രേ പണ്ട് സാമൂതിരിയുടെ കൊട്ടാരം. കൊട്ടാരത്തിലേക്ക് ആവശ്യമായ ഹൽവ ഉണ്ടാക്കുവാൻ ഗുജറാത്തിൽ നിന്ന് വിദഗ്ധരായ പാചകക്കാരെ വരുത്തി. അടുക്കള സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ മതിൽക്കെട്ടിന് പുറത്ത് അവർക്ക് സ്ഥലവും നൽകി. ഈ പ്രദേശമാണത്രേ പിന്നീട് മിഠായി തെരുവായി വികസിച്ചത്. ഹൽവ ബസാർ എന്ന പേരുള്ള ഒരു തെരുവ് പോലും നമ്മുടെ നാട്ടിലില്ല. എന്നാൽ ഇപ്പോൾ ഹൽവ ബസാറിൽ മറ്റു പല കച്ചവടങ്ങളുണ്ടെങ്കിലും ഹൽവ മാത്രം കിട്ടില്ല. കോഴിക്കോട് അങ്ങാടിയിൽ വ്യാപാരത്തിനെത്തിയ അറബികൾ ഹൽവയുമായിട്ടാണ് മടക്കം. ഉരുക്കളിൽ ഹൽവ കയറ്റി ബേപ്പൂരിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുപോയിരുന്നു. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഹൽവയുടെ മധുരത്തിൽ അലിഞ്ഞു തീർന്നവരാണ്. വിപണന രംഗത്ത് സ്ഥാനമുറപ്പിക്കുവാൻ ഓരോ ഉൽപ്പന്നത്തിനും ഭൂമിശാസ്ത്ര സൂചിക പ്രാധാന്യം വഹിക്കുന്നതാണ്. തിരുനെൽവേലി ഹൽവയും ആഗ്രാപേടയും ഒക്കെ ഈ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ കോഴിക്കോടൻ ഹൽവ ഭൂമിശാസ്ത്ര സൂചികയിൽ രജിസ്റ്റർ ചെയ്യാൻ ആരും മുന്നിട്ടിറങ്ങിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.